ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമകാവ്യമാണ്. നമുക്ക് നോക്കാം. രാമാനന്ദ് രാമ രക്ഷാ സ്തോത്രമാണ്. ഇത് ഹിന്ദിയുടെ തന്നെ എന്താണ്, ഹിന്ദിമേം രാമഭക്തി പരമ്പരാക്ക ആരംഭമാണ് അല്ലേ. അടുത്തത് വിഷ്ണുദാസാണ്. രാമായൺ കഥ 1442. ഹിന്ദിമേം ലഗ ഗയ പ്രഥം രാമകഥ കാവ്യമാണ്. അടുത്തത് അഗ്രദാസിൻ്റെ ധ്യാന മഞ്ജരി. राम तथा अन्य भाइयों के सौंदर्य वर्ण के साथ सरयू और अयोध्या का വർണ്ണനാണ്. അടുത്തത് ഈശ്വർദാസ് ഭരത് മിലാബാണ്. വിലാപ് എന്നും കാണുന്നുണ്ട്. ഇതിൻ്റെ രചനാകാലം എന്ന് പറയുന്നത് 1444. ഇതിൻ്റെ ഒരു വർണ്ണവിഷയം എന്ന് പറയുന്നത് രാമ വനവാസ് ഹോനെ പർ ഭരത് ഓർ രാമ കെ മിലൻ കാ പ്രസംഗ് വർണ്ണത്. അടുത്തത് ഈശ്വർദാസിൻ്റെ തന്നെ അങ്കദ് പൈജാണ്. സെയിം ഇയർ തന്നെയാണ്, 1444. രാവൺ കെ ദർബാർ മേം അങ്കദ് കാ പയർ ജമാനെ കാ ചിത്रण है. അടുത്തത് തുളസീദാസാണ്. രാമഗീതാവലി 1571. മുക്തഗോമേം രാമകഥ വർണ്ണത് ഹെ. കഥാ 7 കാണ്ഡോ में വിഭക്ത് है. അടുത്തത് തുളസീദാസിന് തന്നെ കൃഷ്ണഗീതാവലി 1571. इसमें श्री कृष्ण का बालचरित्र गोपिका प्रेम और मधुरागमन का चित्रण है. അടുത്ത തുളസീദാസിന് തന്നെ രാമചരിതമാനസാണ് 1574. यह हिंदी का सर्वाधिक लोकप्रिय ग्रंथ है. इसमें भगवान राम का संपूर्ण जीवन चरित्र वर्णित होते हैं. ഇതൊരുപാട് പിന്നെ വരുന്നത് തുളസീദാസിൻ്റെ രചനകളാണ്. വിനയ് പത്രിക 1585. यह एकांतिक अनुभूतियों की अभिव्यक्ति की दृष्टि से भक्तिकाव्य में अनूठी रचना है. इसमें तुलसीदास का आत्मनिवेदन और राम भक्ति की रचना है. इसमें 279 पद भाषा ब्रज और शांत रस की प्रधानता है. അടുത്തത് തുളസീദാസിൻ്റെ തന്നെ രാംലല നെഹ്ച്ചു ആണ്. 1586. इसमें राम विवाह और यज्ञोपवीत संस्कार के अवसर पर നെഹ്ച്ചു का वर्णन है. അടുത്തത് തുളസീദാസിൻ്റെ തന്നെ പാർവതി മംഗളാണ്. 1582. ശിവപാർവതിക്ക് വിവാഹ വർണ്ണനാണ് ഇതിൻ്റെ ഒരു വർണ്ണവിഷയം. അടുത്ത തുളസീദാസിൻ്റെ ദോഹാവലി 1583. इसमें നീതി ഭക്തി और രാമ നാമ മഹാത്മ്യ സംബന്ധി 573 ദോഹ और 22 സോറട്ട സംഗ്രഹീത. അടുത്തത് തുളസീദാസിൻ്റെ തന്നെ വൈരാഗ്യ സന്ദീപനയാണ്. 1612. इसमें संत स्वभाव संत महिमा का वर्णन तथा नीति भक्ति राम नाम महात्म्य संबंधी दोहे है. അടുത്തത് തുളസീദാസിൻ്റെ രാമാജ്ഞ പ്രശ്നമാണ്. 1612. ശുഭ അശുഭ ശകുന വിചാര ഹേതു ലിഖാ ഗയാ രാമകാവ്യ ഹെ. ഇസേ രാമശലാക്ക യാ ദോഹാവലി രാമായൺ ബി കഹത്തെ. ഈ രണ്ട് പേരിലും അറിയപ്പെടുന്നു. ഏതൊക്കെ പേരിൽ? രാമശലാക്കയും ദോഹാവലി രാമായണം. അടുത്തത് इसमें 7 सर्गों में रामकथा वर्णित है जिस पर वाल्मीकि रामायण का प्रभाव अधिक है. അടുത്തത് തുളസീദാസിന് തന്നെ ബർവൈ രാമായണമാണ്. 1612. ഇയർ രാംകഥ സംബന്ധി മാർമിക പ്രസംഗവും കാ വർണ്ണൻ इसमें ബർവൈ ചന്ദ് കാ പ്രയോഗ ഹുവാ ഹെ. അടുത്ത തുളസീദാസിൻ്റെ കവിതാവലി 1612. അപ്പോൾ 1612 തന്നെ വൈരാഗ്യ സന്ദീപനി, രാമാജ്ഞ പ്രശ്ന, ബർവൈ രാമായൺ, കവിതാവലി ഒക്കെ ഈ ഒരു ഇയറിലാണ്. ഇതിൻ്റെ വർണ്ണവിഷയം എന്ന് പറയുന്നത് കവി ചന്ദ്മേം രാമകഥ വർണ്ണിത് ഹെ. रामचरितमानस के समान कवितावली में भी राम कथा 7 कांडों में विभक्त है. കവിതാവലി में 325 കവിത്ത് ചന്ത് है. അടുത്തത് ഇനി നാഭാദാസിൻ്റെ 2 രചനകൾ ഭക്തമാലും അഷ്ടയാം. ഭക്തമാല 1585. അഷ്ടയാം സെയിം ഇയർ തന്നെയാണ്, 1585. ഇതിൽ ഭക്തമാലയിൽ 200 ഭക്തോം का चरित्र वर्णन है. നാഭാദാസിൻ്റെ അഷ്ടയാമിലാണെങ്കിലോ രാമഭക്തി വിഷയം മാധുര്യ ഉപാസനാക്കെ പദ. അടുത്ത കേശവദാസിൻ്റെ രാമചന്ദ്രിക 1601. വാൽമീകി രാമായण के आधार पर रामकथा वर्णित है. അടുത്തത് പ്രാണചന്ദ് ചൗഹാൻ്റെ രാമായण 1610. संवाद शैली में रामकथा वर्णन है. രാമായൺ മഹാനാട്ടക് എന്നാണ് പ്രാണചന്ദ് ചൗഹാൻ്റെ രാമായൺ മഹാനാട്ടക്. അടുത്ത ഹൃദയറാമിൻ്റെ ഹനുമന്നാട്ടക് 1623. संस्कृत हनुमान नाटक के आधार पर सवैया चंद में मृजिद नाटक. അടുത്ത ലാൽദാസിൻ്റെ അവധി വിലാസ് 1643. ഇതിൽ രാമജന്മ സെ രാമ വനാഗമൻ തക്ക് की कथा वर्णित है. അടുത്ത സേനാപതിയുടെ കവിത രത്നാകർ 1649. इस ग्रंथ की 14 पांचवीं तरंग में राम कथा वर्णित है. ഇത് മാധവദാസിൻ്റെ
अध्यात्मरामायणम 1624 संस्कृति के अध्यात्म रामायण पर आधारित रामकथा वर्णन है. अर्थ माधवदासന്റെ രാംരാസോ 1618 रामकथा की मुख्य घटनाओं जीवन प्रसंगों और चारित्रिक विशेषताओं का वर्णन. तो രാമ പ്രിയ ശരൺ ദാസിൻ്റെ സീതായനാണ് 1703 സീതാജി को പ്രമുഖത ദേക്കർ രാമകഥാ का വർണ്ണനയാണ്. തുളസിയുടെ ഒരുപാട് രചനകൾ വരുന്നുണ്ട് രാമകാവ്യത്തിൽ. രാമഭക്തനാണ് തുളസിദാസ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കി പഠിക്കുക. ധന്യവാദം.